ചെയ്യുമ്പോ അതിന്റെ പുറത്തുകൂടിയേ നിങ്ങൾ നടക്കാവൂ. അതിപ്പോ തൊടാൻ പോലും പാടില്ല. ഇനി കഅബന്റെ ഉള്ളിൽ കയറി എന്ന് പറയാൻ വേണ്ടി പ്രത്യേക പുണ്യൊന്നുമില്ല. വേണമെങ്കിൽ ഈ ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിൽ വേണമെങ്കിൽ എപ്പോഴെങ്കിലും പറ്റിക്ക് കയറിക്കോളി എന്ന് കരുതി അവിടെ തിരക്കുണ്ടാക്കാനും അവിടെ ഇടി കൂടി കയറാനൊന്നും നിങ്ങൾ ശ്രമിക്കരുത്. അതുപോലെ കഅബ നിന്ന് അതിന്റെ കില്ല മാന്തി പറിക്കുക, അതിന്റെ കല്ല് വന്ന് എന്തെങ്കിലും നാണയം കൊണ്ട് താക്കോല് കൊണ്ടൊക്കെ വരുതി അതിന്റെ പൊടി നിന്ന ഇങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസികള് ചെയ്യുന്നുണ്ട്. ഈ ജാർത്തിങ്ങന്നൊക്കെ കല്ല് വാരിക്കൊണ്ടുവരേണ്ട ആളുകളുണ്ടല്ലോ, പൊടിയൊക്കെ വാരിക്കൊണ്ടുവരേണ്ട ആ ജാതി ഒന്നും അവിടെ ചെയ്യാൻ പാടില്ല. ചിർക്ക് ചെയ്തിട്ട് ഇതൊന്നും ചിർക്കായി ചെയ്തിട്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന കാര്യം. അപ്പൊ ദിക്റുകൾ ചെല്ലാം. നടന്നു പോകുമ്പോ കുറച്ചൊക്കെ ദിക്റ് ചെല്ലുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്റെ ഭാര്യ അറിയാതെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഭർത്താവ് അറിയാതെ ഭാര്യ തെറ്റ് ചെയ്തിട്ടുണ്ട്, ആളറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തിട്ടുണ്ട്. എല്ലാ തെറ്റിൽ നിന്നും പഠിച്ചവനെ ഞാൻ ഇന്ന തെറ്റ് ചെയ്തു പോയി, എനിക്ക് നീ പുറത്തു തരണമേ, എന്റെ ശരീരത്തെ നീ ശുദ്ധമാക്കണമേ. അങ്ങനെ തെറ്റുകളിൽ നിന്ന് മുക്തമാവുക. ദുന്യാവിന്റെ കാര്യം പലരും പ്രാർത്ഥിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശം നീ നിറവേറ്റണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. നിങ്ങളെ ഭാഷയിൽ പ്രാർത്ഥിച്ചാൽ മതി, മലയാളത്തില്, അല്ലാതെ അറബി തന്നെ പ്രാർത്ഥിക്കണം എന്നില്ല. അപ്പൊ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, കൈ ഉയർത്തും വേണ്ട, അങ്ങനെ നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവേ എന്റെ പാപങ്ങൾ നീ പുറത്തു തരണം. അത് പടച്ചവനോട് ഏറ്റ് പറയാം. ആരും നിങ്ങൾ മടി വിചാരിക്കണ്ട. നിങ്ങൾ മറ്റുള്ളവർ നോക്കുന്നുണ്ടോ കാണണ്ടോ പറയണ്ട. ഏറ്റ് കണ്ണുനീരോടുകൂടി കലങ്ങിയ കണ്ണുകളോടുകൂടി നിങ്ങൾ ഏറ്റ് പറയാ നിങ്ങളുടെ തെറ്റുകൾ. അതോടൊപ്പം ദുന്യാവിൽ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, ആഖിറത്തിൽ കിട്ടേണ്ട കാര്യങ്ങളും പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ അങ്ങനെ നടന്നു പോകുന്നു. അങ്ങനെ നടന്നിട്ട് ഈ ഭാഗത്തുകൂടി ഇങ്ങനെ വരുമ്പോ ഇവിടുന്നാണ് നമ്മൾ തുടങ്ങിയത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നടന്നു വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഈ ഒരു ഭാഗത്തിന് റുക്നുൽ യമാനി എന്നാണ് പേര്. റുക്നുൽ യമാനി, അതായത് യമൻ എന്ന് പറയുന്നത് ആ ഭാഗത്താണ്. അതുകൊണ്ട് ഇതിന് നബിയും സഹാബത്തും അതിന് മുമ്പ് തന്നെ കഅബന്റെ ഈ മൂലക്ക് യമൻ ഭാഗത്തേക്കുള്ള മൂല എന്നാണ് പേര്. അതിന്റെ പേര് മാത്രമാണ്. അപ്പൊ ഇവിടെ എത്തുമ്പോ ഒന്ന് കൈകൊണ്ട് തൊടാൻ പറ്റുമെങ്കിൽ തൊട കഅബ, മറ്റോടത്ത് അവിടത്തും തൊടാൻ പാടില്ല, തൊടും വേണ്ട. ഇവിടെ വേണമെങ്കിൽ ഒന്ന് തൊട, അല്ലാതെ മുത്തൊന്നും വേണ്ട. ഇനി തൊടാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിന്നിട്ട് എന്തെങ്കിലും ചെല്ലാനും പറയാനൊന്നുമില്ല. തൊടാൻ പറ്റിയില്ലെങ്കിൽ വലിയ ദൂരെയാണ്, തിരക്കാണെങ്കിൽ അവിടെ എത്തുമ്പോഴും നിങ്ങൾ പോവുക. പക്ഷെ ഈ മൂല മുതൽ ഈ ഹജറുൽ അസ്വദിന്റെ മൂല വരെയുള്ള ഈ സ്ഥലത്ത് നിങ്ങളിങ്ങനെ നടന്നു പോകുമ്പോ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, അത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. മറ്റോടത്തൊക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. പക്ഷെ ഇവിടെ ഇത് മാത്രമേ പ്രാർത്ഥിക്കാവൂ. മറ്റേടത്ത് ഇതും അല്ലാത്തതും പ്രാർത്ഥിക്കാം. ഇവിടെ ഇത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അപ്പോ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. അല്ലാഹ് ഞങ്ങളുടെ റബ്ബേ, ദുന്യാവിലുള്ള എല്ലാ നന്മയും ആഖിറത്തിലുള്ള എല്ലാ നന്മയും ഞങ്ങൾക്ക് നീ തരണമേ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാണ്. അതാണ് ഏറ്റവും പുണ്യമുള്ള ഈ സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മറ്റുള്ള പലരും പലതും പ്രാർത്ഥിക്കുന്നത് കേൾക്കാം, നമ്മളത് നോക്കണ്ട, നമ്മൾ അത് മാത്രം പ്രാർത്ഥിക്കാം. ഇവിടെ എത്തിയപ്പോ ഒരു ചുറ്റായി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. അപ്പൊ ഒരു ചുറ്റായി, ഒരു തവാഫായി. ഇങ്ങനെ വീണ്ടും നമ്മൾ രണ്ടാമത്തെ ചുറ്റിലേക്ക് കടക്കുന്നു. ഖുർആൻ ഓതിക്കൊണ്ട് ദിക്റുകൾ ചെല്ലുന്നു, തസ്ബീഹ് ചെല്ലുന്നു, നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എത്തുമ്പോ നമ്മൾ റുക്നുൽ യമാനി തൊടാൻ പറ്റിയെങ്കിൽ തൊടുന്നു, ഇല്ലെങ്കിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. ഇവിടെ എത്തുമ്പോ 2 ചുറ്റ്. ഇങ്ങനെ 7 ചുറ്റ് പൂർത്തിയാക്കണം. ചില ആളുകള് അടുത്തുകൂടിയാണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് പൂർത്തിയാവും, ദൂരെ കൂടിയാണെങ്കിൽ 1.5 മണിക്കൂറാവും. പക്ഷെ നമ്മൾ സമയം നോക്കല്ല വേണ്ടത്. മെല്ലെ മെല്ലെ നടന്ന് ബഹളം കൂട്ടാതെ ആരെയും ഇടിച്ച് തിരക്കുണ്ടാക്കാതെ നടന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പാപമോചനം ചോദിച്ചു വാങ്ങാൻ. ഇതാണ് തവാഫ്. അപ്പൊ ഉംറന്റെ ആദ്യമായി ചെയ്യുന്ന തവാഫുൽ ഖുദൂം, ഖുദൂയോടുകൂടിയാണ് ചെയ്യേണ്ടത് കേട്ടോ, തവാഫുൽ ഖുദൂം. ഈ തവാഫിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യത്തെ തവാഫാണല്ലോ ചെയ്യേണ്ടത് ഇഹ്റാം കെട്ടിക്കൊണ്ട്. ഈ തവാഫിൽ ആദ്യത്തെ 3 ചുറ്റിൽ നമ്മൾ നടക്കുമ്പോ റംല് നടത്തം നടക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
എന്താ റംല് നടത്തം? ഇങ്ങനെ കാലുകൾ അടുപ്പിച്ച് വെച്ചുകൊണ്ടാ നടക്കേണ്ടത്. നമ്മൾ സാധാരണ ഇങ്ങനെ സ്റ്റെപ്പ് നീട്ടി വെച്ചാണല്ലോ നടക്കല്. പക്ഷെ റംല് നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ 3 ചുറ്റ് ഇങ്ങനെ നടന്നു. ഇങ്ങനെ നടന്നു. അത് നമ്മൾ ശ്രദ്ധിക്കുക. റംല് നടത്താം. ഒന്നുമല്ല, പഠിക്കാനൊന്നുമില്ല, കാല് അടുപ്പിച്ച് വെച്ച് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി നടക്കാൻ. കാരണം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തോ അത് നമ്മളും ചെയ്യുന്നു. എന്തിനാണത് ചെയ്തത്? അത് നബി നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ ചില ചരിത്ര റിപ്പോർട്ടിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തി മിടുക്കും അള്ളാഹ്ക്ക് വേണ്ടി എത്ര വിഷമിക്കാനും തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപിച്ചുകൊണ്ടാണ് ആ നടന്നത്. ആ ധൈര്യമൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി. അപ്പൊ റംല് നടത്താം. ആദ്യത്തെ 3 ചുറ്റ് മാത്രം, 3 ചുറ്റ് മാത്രം, അത് മാത്രം. ബാക്കിയുള്ളത് സാധാ നടത്തം. ഇനി ഈ തവാഫിന്റെ ഇടയിൽ നമുക്കുള്ള സംശയത്തിന്റെ ഇടയിൽ നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ നടക്കേണ്ട ഇടയിൽ അവിടെ ഇങ്ങനെ വട്ടത്തിൽ സ്വപ്പാവും. അപ്പൊ ആ സ്വപ്പിൽ നമ്മൾ നിൽക്കുക, നമസ്കരിക്കുക, സലാം വീട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പൂർത്തിയാക്കുക. അതാണ്. അപ്പോ ഇതിൽ ഇനി അതിന്റെ ഇടയിൽ ഒളു മുറിഞ്ഞാൽ എന്താന്നുള്ളൊരു വിഷയമുണ്ട്. സാധാരണ നിലക്ക് ഒളു മുറിയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. പെണ്ണുങ്ങളൊക്കെ തൊട്ടുപോയി എന്നുള്ള നിലക്ക് ഒളു മുറിയില്ല, കൽപ്പിച്ചു കൂട്ടി തെറ്റാ തൊടാൻ പാടുമില്ല. പിന്നെ അല്ലാത്ത നിലക്ക് ഒളു മുറിഞ്ഞ അബദ്ധത്തിൽ മുറിഞ്ഞു പോയാൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിപ്പോയി ഒളു എടുത്ത് തിരിച്ചു വരിക. അവിടെ തന്നെ ഒളു എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഒളു എടുത്ത് തിരിച്ചു വന്നിട്ട് ബാക്കി തവാഫ് പൂർത്തിയാക്കുക. നിസ്കാരം 5 കഴിഞ്ഞാൽ അവിടെ തന്നെ നിസ്കരിക്കുക, ബാക്കി 2 പൂർത്തിയാക്കുക. പിന്നെ അത്യാവശ്യം ഭാര്യ കുട്ടികളോ അല്ലെങ്കിൽ ഉമ്മയൊക്കെ പിന്നിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോരി എന്നൊക്കെ പറയാം. അതൊക്കെ നമുക്ക് പറയാൻ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കാം. ഉമ്മാങ്ങൾ ചെല്ലണില്ലേ, എന്റെ കൈ പിടിച്ചോ, അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിക്കുക എന്നൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം. അല്ലാതെ വെറുതെയുള്ള സംസാരം പാടില്ല. പ്രാർത്ഥനയാണ്. അത്യാവശ്യമായ കാര്യങ്ങൾ പറയാം. പിന്നെ വീണു പോകാതിരിക്കാൻ, എന്തെങ്കിലും കയ്യിൽ വീണു പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. കാരണം വീണു പോയി കുമ്പിട്ട് പോയാൽ ആൾത്തിരക്കാണ്, ആളുകൾ അറിയാതെ നമ്മൾ അപകടത്തിലായി പോകും. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ തവാഫ് കഴിഞ്ഞല്ലോ. തവാഫ് കഴിഞ്ഞു. തവാഫ് കഴിഞ്ഞാൽ നമ്മൾ എന്താ അവസാനം 7ാമത്തെ പട്ടം ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഇനി നമുക്കുള്ളത് തവാഫിന്റെ 2 റക്അത്ത് നമസ്കാരമാണ്. അപ്പൊ അത് നമ്മൾ ഈ കഅബയുടെ ഇപ്പുറത്ത് ഇബ്രാഹിം മഖാം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് കെട്ടിടമൊന്നുമല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പടുത്തപ്പോ ഈ മുകളിലേക്ക് കല്ല് വെക്കാൻ വേണ്ടി കയറി നിന്ന, ഉയരത്തിനു വേണ്ടി നിന്ന ഒരു കല്ലായിരുന്നു. ആ കല്ല് പിൽക്കാലത്ത് കഅബയുടെ അടുത്ത് തന്നെ വെച്ചു. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഇബ്രാഹിം മഖാം, ഇബ്രാഹിം അലൈഹിസ്സലാം നിന്ന സ്ഥലം എന്നാണ്. അല്ലാതെ ഖബറുകൾക്ക് മഖാം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മമ്പുറം മഖാം എന്നൊക്കെ. ആ മഖാമല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന കല്ലാണ്. പിൽക്കാലത്ത് ആ കല്ല് ആളുകളുടെ കാലിൽ തട്ടാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് അതിന്റെ ചുറ്റുഭാഗത്ത് ഒരു പടവൊക്കെ ഉണ്ടാക്കി അതിനൊരു ഗ്രിൽസൊക്കെ ഇട്ട് നല്ലൊരു ചെമ്പിന്റെ കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇബ്രാഹിം മഖാം. എന്താണ് അതിന്റെ പ്രസക്തി എന്ന് വെച്ചാൽ തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കേണ്ടത് ഇതിന്റെ അപ്പുറത്ത് വെച്ച്, അതിന്റെ ഇപ്പുറത്തേക്ക് നിസ്കരിക്കാൻ പാടില്ല. ഇബ്രാഹിം മഖാമിന്റെ അപ്പുറത്ത് തവാഫിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ പള്ളിയിലോ എവിടെയാണെങ്കിലും അവിടെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അപ്പൊ 2 റക്അത്ത് നമസ്കരിക്കണം. കഅബയിലേക്ക് ഇവിടെ നിസ്കരിക്കാം, കണ്ടു തിരിക, അവിടെ നിന്നാണ് ഇങ്ങോട്ട് തിരിക, ഇവിടെ നിന്നാണ് അങ്ങോട്ട് തിരിക. ഇബ്രാഹിം മഖാമിന്റെ ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അതിന്റെ അപ്പുറത്ത് പോയിട്ട് 2 റക്അത്ത് നമസ്കരിക്കാം. ഇത് തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് എന്ന ആ നിയ്യത്തോടു കൂടി നമസ്കരിക്കുക. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്തുൽ കാഫിറൂൻ ഓതുക. 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് എന്ന ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. മനസ്സിലായല്ലോ? അപ്പൊ 2 റക്അത്ത് നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സംസം കുടിക്കുക. അത് റസൂല് ചെയ്തതാണ്. തവാഫിന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ നബി വയറ് നിറയെ സംസം വെള്ളം കുടിച്ചു. ആ തവാഫ് ചെയ്യുന്ന ആ മുറ്റത്തിന്റെ ചുറ്റുഭാഗത്തും ടാപ്പുകളുണ്ട്, സംസം വെള്ളം കിട്ടും. ഇനി പള്ളിയിലാക്കാണ്ട് കയറിയാലും അവിടെ നല്ല ക്യാനില് പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തില് സംസം വെള്ളം കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണ്ടുവോളം വയറ് നിറയെ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കുടിക്കണം. അതൊരു സുന്നത്താണ്. ആ സംസം കുടിക്കുന്നതോടുകൂടി മാഉ സംസം ശിഫാഉൽ ലിമാ ശുരിബ ലഹു, എന്തുദ്ദേശത്തോടു കൂടി